രാവിലെ 7:30 ഇറങ്ങിയിട്ട് ഈ കാണുന്ന ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ പോകാൻ പോകുന്നത് തെങ്കാശിയിലോട്ടാണ്. അച്ചൻകോവിൽ റോഡ് വഴിയാണ് പോകുന്നത്. വളരെ നല്ല റോഡാണ്, നല്ല രസമാണ് കാണാൻ. റോഡിലധികം കുഴപ്പമൊന്നുമില്ല, കുണ്ടും കുഴിയൊക്കെ കുറവാണ്, കുറച്ചുണ്ട് എന്നാലും കുറവാണ്. നല്ല ഭംഗിയുള്ള റോഡാണ്, ചുറ്റിനും മരങ്ങളും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുന്നറിയിപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്, ആനിമൽ ക്രോസിങ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇടയ്ക്ക് എവിടെയോ പുലി ഇറങ്ങുന്നൊന്നും അങ്ങനെയൊക്കെ ബോർഡുകൾ കണ്ടു. പക്ഷെ വഴി നല്ല ഭംഗിയാണ്, നല്ല തണുപ്പാണ്, നല്ല തണൽ. അങ്ങനെ ഒരുപാട് ദൂരം പോയി. ഈ കാണുന്നതാണ് അച്ചൻകോവിൽ ആറ്. ഇവിടെ ഞങ്ങൾ ഇറങ്ങി കുറച്ച് നേരം കാലൊക്കെ നനച്ച് നിന്നു. വെള്ളം കുറവായിരുന്നു, വെള്ളം എങ്ങാനും ഒഴുകി നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒഴുകിപ്പോയേനെ. പിന്നെയും തിരിച്ച് ഞങ്ങൾ പോവാണ്. തിരുമലൈ കോവിൽ എന്ന് പറയുന്ന അമ്പലത്തിലോട്ടാണ് പോകാൻ പോകുന്നത്. ഇതാണ് തിരുമലൈ കോവിൽ അമ്പലം. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന അമ്പലമായിരുന്നു. നിറയെ സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ട്. ഈ കാണുന്നതാണ് അമ്പലം. ഇതിലോട്ട് കയറാം. നല്ല വെയിലായിരുന്നു, പക്ഷേ തണുപ്പും ഉണ്ടായിരുന്നു. അങ്ങനൊരു ക്ലൈമറ്റായിരുന്നു. നിറപ്പാളികളും ഒരു കുളമൊക്കെ ഉണ്ട്. ഈ സ്റ്റെപ്പുകളൊക്കെ കയറി വേണം അകത്ത് കയറാൻ. പക്ഷെ ഞങ്ങൾ ഈ വഴിയല്ല വന്നേ, ഞങ്ങൾ വേറൊരു വഴി കൂടെ, വണ്ടി കയറുന്ന വഴി കൂടെ വന്നേ. ഈ തമിഴ്നാട്ടിലെ റോഡുകളുടെ സൈഡിലൊക്കെ ഇങ്ങനെ ആല് വളർന്നിരിക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയാണ്. വൃത്തിയൊക്കെ കുറവാണ്. ഇതാണ് കാശി വിശ്വനാഥ ടെമ്പിൾ. പാണ്ഡ്യന്മാരുടെ കാലത്ത് ഉണ്ടാക്കിയതാണ്. തെങ്കാശി പാണ്ഡ്യൻസ് ഭയങ്കര ഫേമസ് ആണ്. അടിപൊളി അമ്പലമാണ്. അകത്തോട്ട് ഫോൺ പ്രവേശിപ്പിക്കത്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം വന്നു. എന്നിട്ട് കുട്രാലം വാട്ടർഫോൾസ് കാണാൻ പോയി. അവിടുന്ന് വീഡിയോ ഒന്നും എടുത്തില്ല, നിറയെ പേര് കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇതാണ് സഹ്യൻ. അവിടെ നിന്ന് വരുന്ന മേഘങ്ങളെല്ലാം പിടിച്ചു വെച്ച് നമുക്ക് മഴ തരുന്ന സഹ്യനാണ് നിൽക്കുന്നത്. പുള്ളി ഉള്ളത് കൊണ്ടാണ് കേരളത്തിന് ഇത്രയും മഴ കിട്ടുന്നത്, തമിഴ്നാട്ടിന് മഴ കിട്ടാത്തതും അതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ബോർഡർ ചിക്കനൊക്കെ കഴിച്ചു. പറഞ്ഞ അത്ര ഹൈപ്പൊന്നും ഇല്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ വീട്ടിലെത്തി 10:30.